ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറി തയ്യാറാക്കാം. പരിപ്പും പടവലങ്ങയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കറിയാണിത്. അതിലേക്ക് നമ്മൾ കുറച്ച് മുരിങ്ങക്കായും കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് തുവരപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കറിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് 2 വിസിൽ വേവിക്കാം. അതായത് പരിപ്പ് ഒരുപാട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ ആവശ്യത്തിന് വേഗം വേണം. കുക്കിംഗ് ടൈം ഓരോ കുക്കറിനനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് വേവിക്കുന്നത്. പരിപ്പ് വേവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ പരിപ്പ് ഒരുപാട് തിളച്ച് വെളിയിലേക്ക് വരുന്നത് ഒഴിവാക്കാം. ഇപ്പോൾ ഇതാ പരിപ്പ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോയിട്ടില്ല, അത് നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. എരിവിനാവശ്യമുള്ള പച്ചമുളക്. ഇപ്പോൾ നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു മുരിങ്ങക്കായുടെ പകുതി അല്ലെങ്കിൽ ഒരു ചെറിയ മുരിങ്ങക്ക എടുത്താൽ മതി. ഇനി ചേർക്കുന്നത് പടവലങ്ങയാണ്. ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്ത പടവലങ്ങ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് തൂരപ്പരിപ്പിന് 2 കപ്പ് പടവലങ്ങ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വേവിക്കണം. അപ്പോൾ ആകെ ഇതിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. പരിപ്പ് വേവിക്കാൻ 2 കപ്പും അതേപോലെ ഈ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞ് 1 കപ്പ് വെള്ളം. കഷ്ണങ്ങളും വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെയിറ്റ് വിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചുരുങ്ങിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കുക. ഇനി 4-5 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. തീരെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 വെളുത്തുള്ളി മതിയാവും. അതിനുശേഷം അത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുന്ന കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ, ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്താൽ മതിയാവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കാം. ഇനിയിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതുപോലെ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് തിളച്ച് പോകാൻ പാടില്ല. ഇപ്പോൾ ഇതാ നന്നായിട്ട് പതയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി കടുക് താളിക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ആ കൂടെ തന്നെ നമുക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക്, 2 നടുവേ ഒന്ന് മുറിച്ചതാണ്. ഇനി അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ചേർക്കാം. ഞാനിവിടെ 7 ചുവന്നുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി ചുവന്നുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കൊടുക്കും. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ പടവലങ്ങ പരിപ്പ് കറി തയ്യാറായി. ഞാനിത് നന്നായിട്ട് കുറുകിയിരിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ അരപ്പ് ചേർക്കുന്ന കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതി. അതുപോലെ വെളുത്തുള്ളി എടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. അതല്ലെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് കറിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ എന്തായാലും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറി എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.